PSC ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറിയിൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പ്രീ പ്രൈമറിക്ക് പഠിക്കുന്നതിന് വേണ്ടി നമുക്കിടെ കയ്യിൽ 20 മോഡൽ എക്സാമും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും റെഡിയാണ് കേട്ടോ. അപ്പോൾ നന്നായി പഠിച്ചു കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു റിവിഷൻ എന്ന രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മോഡൽ എക്സാം ഉപയോഗിക്കാവുന്നതാണ്. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഉദ്യോഗാർത്ഥികൾക്കും നല്ല രീതിയിൽ പഠിച്ചു പോകുന്നതിനും ഒട്ടും പഠിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്കും വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആയാലും മോഡൽ എക്സാം ആയാലും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ. ഏകദേശം 9 ദിവസങ്ങളോളം നിങ്ങളുടെ മുമ്പിൽ ഇനിയും പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ 9 ദിവസം നല്ല രീതിയിൽ വിനിയോഗിക്കുക. കാരണം ഒരു വേക്കൻസി കുറവാണെന്ന് ഓർത്ത് നിങ്ങളിത് പുറകോട്ട് പോകരുത്. കാരണം ഇപ്പോൾ വേക്കൻസി കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ വേക്കൻസി കൂടി വരും, തീർച്ചയായിട്ടും കൂടി വരും. കാരണം ഏതൊരു PSC പരീക്ഷയെ പോലെ PSC ഇത് കഴിഞ്ഞ് അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ വരുമ്പോഴത്തേനും 2 വർഷമൊക്കെ എടുക്കും. ആ ഒരു സമയത്ത് ഇതിൻ്റെ വേക്കൻസി തീർച്ചയായിട്ടും കൂടി വരും. ഇപ്പോൾ വേക്കൻസി കുറവാണെന്ന് ഓർത്ത് നിങ്ങൾ പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വലിയൊരു അവസരം നഷ്ടപ്പെടും. കാരണം UP സ്കൂൾ അസിസ്റ്റൻറ്റ് പോലെ തന്നെ വളരെ സാലറി സ്കെയിൽ വളരെ കൂടിയൊരു പോസ്റ്റാണ്. പെട്ടെന്ന് ജോലി സാധ്യതയുമുള്ളൊരു പോസ്റ്റ് തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കാത്ത ഒരു നെഗറ്റീവ് അടിച്ച് പഠിക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വന്ന് പഠിക്കുക തന്നെ ചെയ്യുക. ഇനിയും നിങ്ങളുടെ മുമ്പിൽ 9 ദിവസങ്ങളുണ്ട്. ആ 9 ദിവസം കൃത്യമായി വിനിയോഗിച്ച സിലബസ് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഒരു സ്മാർട്ട് സ്റ്റഡി തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മോഡൽ എക്സാം വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ സിലബസ് മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റായാലും മോഡൽ എക്സാം ആയാലും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിനെ കുറിച്ചോ മോഡൽ എക്സാമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ആവർത്തന ചോദ്യങ്ങളിലേക്ക് പോകാം. ഇത് താഴെ പറയുന്ന ഏത് രോഗവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 5 ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ക്ഷയമാണ്. ജീൻ പിയാഫ്റ്റെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളിൽ ഏതു ഘട്ടത്തിലാണ് കുട്ടിയാണ് പ്രീ സ്കൂൾ കുട്ടിയായി കണക്കാക്കപ്പെടുന്നത്? അപ്പോൾ ജീൻ പിയാഫ്റ്റെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളിൽ ഏത് ഘട്ടത്തിലുള്ള കുട്ടിയാണ് പ്രീ സ്കൂൾ കുട്ടിയായി കണക്കാക്കപ്പെടുന്നത്? ഏത് ഘട്ടത്തിലുള്ള കുട്ടിയാണ്? ഓപ്ഷൻ എ വ്യവഹാരം പൂർവ്വ ചിന്തനമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ ഗ്രീക്ക് കാലഘട്ടത്തിൽ ദർശനികളല്ലാത്ത വ്യക്തി താഴെ പറയുന്നവയിൽ ഏതാണ്? 7 ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, സാധാരണ മാനസിക വളർച്ചയുള്ള ഒരു കുട്ടിയുടെ IQ എത്രയായിരിക്കും? സാധാരണ വളർച്ചയുള്ള കുട്ടിയുടെ IQ എന്ന് പറയുന്നത് 8 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 8 ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 90 മുതൽ 110 വരെ ആയിരിക്കും. ആരോഗ്യമുള്ളൊരു കുഞ്ഞിൻ്റെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ശരാശരി അളവ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 9 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 11 to 13 ഗ്രാം പെർ ആണ് വരുന്നത്. ഇനി താഴെ പറയുന്നവയിൽ ഒരു മനഃശാസ്ത്ര സിദ്ധാന്തം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ്. ആരാണ് ആ സിദ്ധാന്തമാണത്? അപ്പോൾ താഴെ പറയുന്ന മനഃശാസ്ത്ര സിദ്ധാന്തം മറ്റുള്ളവരിൽ വ്യത്യസ്തമാണ്. അപ്പോൾ ആരുടെ സിദ്ധാന്തമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 10 ഓപ്ഷൻ എ ആണ് കേട്ടോ. അതാണ് 10 ഓപ്ഷൻ എ, പാവ്ലോവ് ആണ്. താഴെ പറയുന്ന ഒരു കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇവയെല്ലാമാണ് ശ്രദ്ധ, അഭിപ്രേരണ, ഉത്കണ്ഠ ഇവയൊക്കെ ചേർന്നാണ് കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്നത്. സസ്യങ്ങൾ സ്വയം ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഏതാണ്? ആ പേര് 12 ഓപ്ഷൻ ബി, പ്രകാശ സംശ്ലേഷണമാണ്. അടുത്ത ചോദ്യം, ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ആണല്ലേ. 13 സിട്രിക് ആസിഡ് ആണ് റൈറ്റ് ആൻസർ. തൊണ്ടേക്ക് എന്ന മനഃശാസ്ത്ര നിരവധി പഠന നിയമങ്ങൾ ക്ലാസ് റൂം പഠന പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. താഴെ പറയുന്നവയിൽ തൊണ്ടേക്കിന്റെ പഠന നിയമത്തിൽ ഉൾപ്പെടാത്ത നിയമം ഏതാണ് ചോദിച്ചേക്കുന്നത്? 14 ഓപ്ഷൻ സി ആണ് കേട്ടോ. ശ്രേണി പഠന നിയമമാണ്. താഴെ പറയുന്നവയിൽ നാഡീ മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടുന്ന അവയവം ഏതാണ്? 15 ഓപ്ഷൻ ബി ആണ്, മസ്തിഷ്കമാണ്. ഏതാണ്? മസ്തിഷ്കമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ പറയുന്ന പഠന സമ്പ്രദായങ്ങളിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം പ്രതിപാദിക്കാത്ത പഠന രീതി ഏതാണ് ആ രീതി? 16 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ചോദന പ്രതികരണ പഠനമാണ്. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേടുന്നവർക്ക് വേണ്ടിയുള്ള ആക്ട് താഴെ പറയുന്നവർ ഏതെന്ന് ചോദിച്ചേക്കുന്നത്. 17 ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പോഷകാഹാര കുറവ് മൂലം കുട്ടികൾ ഉണ്ടാകുന്ന അനീമിയ രോഗത്തിന് കാരണം രക്തത്തിൽ ഏത് ഘടകത്തിന്റെ കുറവാണ്? ഓപ്ഷൻ ബി, ഇരുമ്പിന്റെ കുറവ് മൂലമാണ് അനീമിയ ഉണ്ടാകുന്നത്. പയറുവർഗ്ഗങ്ങളിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ആഹാര ഘടകം ഏതാണ്? പയറുവർഗ്ഗങ്ങളിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻ എ, മാംസ്യമാണ്. മനസ്സിന്റെ വിവിധ തലങ്ങളിൽ ബോധനതലം, അബോധതലം എന്നിവയെ പറ്റി പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ ആര്? 20 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കേട്ടോ. വൈറ്റമിൻ സിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫലം താഴെ പറയുന്നവയിൽ ഏത് ഫലത്തിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 21 ഓപ്ഷൻ ഡി, നെല്ലിക്കയാണ്. നിശാന്തത എന്ന രോഗത്തിന് കാരണം ഏതാണ്? ഓപ്ഷൻ എ, വൈറ്റമിൻ എ ആണ്.
വായുവിൽ കൂടി പകരുന്ന ഒരു വൈറസ് രോഗം, വായുവിൽ കൂടി പകരുന്ന ഒരു വൈറസ് രോഗം ഏതാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 24 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ശാരീരിക മാനസിക വെല്ലുവിളി ഉള്ളവരെ സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ടാഗോർ സ്ഥാപിച്ച പ്രശസ്തമായ വിദ്യാലയത്തിന്റെ പേര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? 25 ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ശാന്തി നികേതനാണ്. പ്രാദേശിക പാഠ്യപദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്ത്? പ്രാദേശിക പാഠ്യപദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏതാണ്? 26 ഓപ്ഷൻ സി. കുട്ടിയുടെ പരിചിത ചുറ്റുപാടിനുള്ള പഠനമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പഠനത്തിന് കൈത്തൊഴിലുകൾക്ക് പ്രാധാന്യം നൽകിയ മഹാനാര്? പഠനത്തിനും കൈത്തൊഴിലുകൾക്കും പ്രാധാന്യം നൽകിയ മഹാൻ ആരാണ്? 27 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? 27 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഗാന്ധിജിയാണ്. സ്വാമി വിവേകാനന്ദ ജന്മദിനം ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ഏതാണ്? ആ ദിനം എന്നാണ് ചോദിച്ചേക്കുന്നത്? 28 ഓപ്ഷൻ ഡി. ജനുവരി 12 ആണ്. മാംസത്തിന്റെ കുറവ് മൂലം ശിശുക്കളിൽ ഉണ്ടാകുന്ന രോഗം, മാംസത്തിന്റെ കുറവ് മൂലം ശിശുക്കളിൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം നവജാത ശിശുക്കളുടെ പഠനമാണ്. നവജാത ശിശുക്കളെ കുറിച്ചുള്ള പഠനം താഴെ പറയുന്നവയിൽ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? 30 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത ചോദ്യം ഈഡീസ് ഈജിപ്ത് താഴെ പറഞ്ഞ ഏത് വിഭാഗത്തിൽ ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? ഏതാണ്? കൊതുകിന്റെ ശാസ്ത്രീയ നാമമാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്ക് ഉണ്ടാകുന്ന രോഗാണുബാധ ഏതാണ്? 32 ഓപ്ഷൻ എ ആണ്. മെനഞ്ചൈറ്റീസ് ആണ്. അടുത്ത ചോദ്യം അച്ചാറുകൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന വിനാഗിരി അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണത്? 33 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അസറ്റിക് ആസിഡ് ആണ്. ഏറ്റവും കൂടുതൽ നദികളുള്ള കേരളത്തിലെ ജില്ലയാണ് ഏത്? കാസർഗോഡ് എന്ന് പറയുന്നു. 34 റൈറ്റ് ആൻസർ ഏതാണ്? കാസർഗോഡാണ്. താഴെ പറയുന്ന ഏത് വിദ്യാഭ്യാസ ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്ന വിദ്യാഭ്യാസം ഏതാണ്? 35 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. സംയോജിത വിദ്യാഭ്യാസ രീതിയാണ്. ഇനി വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്ന ഒരു ആന്തരിക ഘടകം ഏതാണ്? വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്ന ഒരു ആന്തരിക ഘടകം എന്ന് പറയുന്നത് 36 ഓപ്ഷൻ ബി ആണ്. ബുദ്ധിയാണ് കേട്ടോ. ഏതാണ്? ബുദ്ധിയാണ്. പിയാഷയുടെ വൈജ്ഞാനിക വികസന തത്വവുമായി ബന്ധപ്പെട്ടതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത്? 37 ഓപ്ഷൻ എ ആണ്. കുട്ടി ഒഴിഞ്ഞ പാത്രമാണ്. കുട്ടിയുടെ സന്മാർഗത വളർത്തുന്നതിന് ക്ലാസ് റൂമിൽ നൽകാവുന്ന പ്രവർത്തനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? 38 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ചിത്രം വരെയാണ്. നേടിയ അറിവിൽ നിന്ന് നിരന്തരം അറിവ് കൂട്ടിച്ചേർത്ത് അറിവിന്റെ മണ്ഡലം വികസിപ്പിക്കുന്ന രീതി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? 39 ഓപ്ഷൻ സി ആണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ചാക്രിക ആരോഹണ രീതിയാണ്. താഴെ പറയുന്നവയിൽ സംയോജന തന്ത്രമല്ലാത്തത് ഏതാണ്? സംയോജന തന്ത്രമല്ലാത്തത് 40 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇതിൽ കുറേ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് LP സ്കൂൾ UP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ സിലബസുമായി പ്രധാനപ്പെട്ട പഠിച്ചവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ആൻസർ എന്തെന്ന് പറയാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഏറെക്കുറെ സെയിം സിലബസിലുള്ള ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള LP UP സിലബസുമായി ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ എന്താണെന്ന് ഞാൻ വായിക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഒരു പ്രീ സ്കൂൾ കുഞ്ഞിന് ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധ എത്ര സമയം ആ കാര്യത്തിൽ നിലനിൽക്കും? ഏതാണ്? 41 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മനോവ്യാപാര പൂർവ്വ ചിന്തന ഘട്ടത്തിൽ പ്രീ സ്കൂൾ കുഞ്ഞിൻ്റെ പ്രാകൃതമല്ലാത്തത് 42 ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ചെറിയ ക്ലാസ്സുകളിൽ വിഷയങ്ങൾ വേർതിരിച്ച് പഠിക്കാതെ ഒന്നിനോടൊന്ന് ബന്ധപ്പെടുത്തി പഠിക്കുന്ന സമീപനം ഏതാണ്? ഓപ്ഷൻ എ ഉദ്ഗീത സമീപനമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ പ്രീ സ്കൂൾ കുഞ്ഞിൻ്റെ പ്രകൃതമല്ലാത്തത് ഏതാണ്? ഒരു പ്രീ സ്കൂൾ കുഞ്ഞിൻ്റെ പ്രകൃതമല്ലാത്തത് 44 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ചിന്തയാണ്. കുഞ്ഞുങ്ങൾക്ക് നൽകാൻ കഴിയുന്ന കാൽസ്യം പൂർണ്ണമായുള്ള ആഹാരം ഏതാണ്? 45 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി പാലാണ്. കുട്ടിക്ക് പഠനത്തിൽ സ്വന്തമായി എത്തിച്ചേരാൻ കഴിയുന്ന നിലയ്ക്കും മറ്റുള്ളവരുടെ സഹായത്തെ എത്തിച്ചേരാൻ പറ്റുന്ന നിലയ്ക്കും ഇടയിലുള്ള മണ്ഡലത്തിൻ്റെ പേര് പറയുന്നത് ഏതാണ്? സമീപസ്ഥ വികസന മണ്ഡലമാണ് അല്ലേ? 46 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഒരു ക്ലാസ്സിലെ മികച്ച കുട്ടി, ഒറ്റപ്പെട്ട കുട്ടി തുടങ്ങിയ കണ്ടുപിടുത്തങ്ങൾ അധ്യാപനം നടത്തുന്ന മനഃശാസ്ത്ര പഠന രീതി ഏതാണ്? 47 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സാമൂഹ്യ ലേഖന രീതിയാണ്.
അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, അതായത് നമ്മൾ കൃത്യമായ സിലബസ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയേക്കുന്ന സിലബസിനെ ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാറാക്കിയേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് 20 മോഡൽ എക്സാം എന്നിവ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്തവർക്കാണെങ്കിൽ ഒരു റിവിഷൻ എന്ന രീതിയിൽ മോഡൽ എക്സാം ഉപയോഗിക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റൊക്കെ നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്രയും സിസ്റ്റമാറ്റിക്കാണ് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും തയ്യാറാക്കിയേക്കുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സിലബസിനെ നല്ല രീതിയിൽ കവർ ചെയ്ത് പോകാനും കുറച്ച് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പോർഷൻ നല്ല രീതിയിൽ കവർ ചെയ്യാനും മുഴുവൻ പഠിച്ച ഉദ്യോഗാർത്ഥികൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാനും ഇനി ഒന്നും പഠിക്കാത്തവർക്ക് കൃത്യമായിട്ട് സിലബസിനെ അറിഞ്ഞ കാര്യങ്ങൾ പഠിക്കുന്നതിന് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മോഡൽ എക്സാം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു അവസരം പാഴാക്കരുത്. കാരണം അത്രയും സാലറി സ്കെയിൽ അത്രയും ഉയർന്ന ഒരു പോസ്റ്റാണ് ഈ പ്രീ പ്രൈമറി എന്ന് പറയുന്നത്. UP സ്കൂൾ അസിസ്റ്റൻ്റ് അതേ സാലറി സ്കെയിൽ പ്രീ പ്രൈമറി ടീച്ചർക്കുമുണ്ട്. പരീക്ഷയൊക്കെ ഭയങ്കര സിമ്പിളുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. സിലബസും അത്രയും സിമ്പിൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മോഡൽ എക്സാം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിനെ കുറിച്ച് അതുപോലെ മോഡൽ എക്സാമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധിയുടെ വാക്യങ്ങൾ ഏതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 16 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമ ലക്ഷ്യം എന്താണ്? ആത്മസാക്ഷാത്കാരമാണ്. രാജ്യത്തെ അധ്യാപക വിദ്യാഭ്യാസ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അധ്യാപക പരിശീലനമുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. NCERT ആണ്. വിമർശന ബോധവും സൃഷ്ടിക്കലും അതുവഴി വിമോചനം നേടലുമാണ് വിദ്യാഭ്യാസ ലക്ഷ്യമെന്ന് പറഞ്ഞത് ആരാണ്? 19 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി പൗലോ ഫ്രയർ ആണ്. പൗലോ ഫ്രയർ ആണ് റൈറ്റ് ആൻസർ. പ്രീ സ്കൂൾ കുട്ടികളെ വിലയിരുത്താൻ സ്വീകരിക്കേണ്ട രീതി ഏതാണ്? ആ രീതി 20 റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, പ്രീ സ്കൂൾ കുട്ടികളെ വിലയിരുത്തുന്നതിൽ സ്വീകരിക്കപ്പെടേണ്ടാത്ത രീതി ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ്? അത് എഴുത്തു പരീക്ഷയാണ്. ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ താഴെ പറയുന്നവയിൽ ഏതാണ്? ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ സി ഗാർട്ട്നർ ആണ്. താഴെ പറയുന്ന ഏത് വിദ്യാഭ്യാസ ലക്ഷ്യമാണ് ഔപചാരിക വിദ്യാഭ്യാസ മുന്നൊരുക്കമായി കണക്കാക്കിയിരിക്കുന്നത്? ഏതാണത്? 22 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി പ്രീ പ്രൈമറി വിദ്യാഭ്യാസമാണ്. അടുത്തത്, നേടിയ അറിവിൽ നിന്ന് നിരന്തരം അറിവുകൾ കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ വ്യാപ്തി വിപുലപ്പെടുത്തുന്ന പഠന രീതി ഏതാണ്? ആ പഠന രീതി? 23 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ചാക്രികരോഹണ രീതിയാണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, വ്യവഹാരവാദവും ബന്ധപ്പെട്ട പഠന നിയമങ്ങൾ ഉൾപ്പെടാത്ത നിയമം ഏതാണ് ഉൾപ്പെടാത്ത നിയമമായിട്ട് വരുന്നത്? 24 റൈറ്റ് ആൻസർ ഏതാണ്? 24 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. കായിക നിയമമാണ്. ശിശു വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഇവയിൽ ഏതാണ്? 25 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. പാരിവരണമാണ്. ശാരീരികവും മാനസികവും പരിമിതികളെ കുട്ടികളുടെ യാതൊരു വിവേചനവും ഇല്ലാതെ സാധാരണ കുട്ടികളുമായി ചേർത്തിരുത്തി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ രീതി പറയുന്ന പേരെന്താണ്? ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസമാണ്. വ്യവഹാരവാദവും ബന്ധപ്പെട്ട് പഠനം ഒരു ചോദന പ്രതികരണ പ്രക്രിയയാണെന്ന് പ്രസ്താവിക്കുമ്പോൾ ഏത് മനഃശാസ്ത്ര പരീക്ഷണമാണ് തിരഞ്ഞെടുക്കുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. പാവ്ലോവ് ആണ്. ന്യൂമോണിയ രോഗം കുട്ടികളുടെ ശരീരത്തിൽ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ ഡി ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, സ്വന്തമായി പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് മനഃശാസ്ത്രജ്ഞൻ? 29 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. ജീൻ പിയാഷെയാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മറ്റു വ്യക്തിത്വത്തിൽ നിന്ന് വേർതിരിക്കുന്ന ആന്തരിക ഘടകങ്ങളിൽ ഒന്നാണല്ലോ ബുദ്ധി. ഇതുമേ വ്യക്തി വ്യത്യാസത്തെ സ്വാധീനം മറ്റു ആന്തരിക ഘടകം താഴെ പറയുന്നവയിൽ ഏതാണ്? 30 റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കേട്ടോ. സന്മാർഗതയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രീ പ്രൈമറിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മോഡൽ എക്സാം വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിനെ കുറിച്ചോ മോഡൽ എക്സാമിനെ കുറിച്ചോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പ്രീ പ്രൈമറിക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. താങ്ക് യു സോ മച്ച്.